ഹലോ ഗൈസ്, വീട്ടിൽ സ്വന്തമായിട്ട് ക്രീം കേക്ക് ഒക്കെ മേക്ക് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ജസ്റ്റ് ഇതേപോലെ ഒരു പാത്രത്തിന്റെ അടപ്പെടുക്കണം. ഇതേപോലെ ഒരു പാത്രത്തിന്റെ അടപ്പെടുത്തതിന് ശേഷം ഇതിന്റെ ബാക്കിലായിട്ട്, ഈ പാത്രത്തിന്റെ അടപ്പിന്റെ ബാക്കിലായിട്ട് ഇതേപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ ടേപ്പിന്റെ സ്റ്റിക്കറൊക്കെ ഇളക്കിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഇതേപോലെയുള്ള വട്ടപാത്രം, അത്യാവശ്യം വലിപ്പമുള്ള ഇതേപോലത്തെ വട്ടപാത്രം കറക്റ്റ് നടുക്കായിട്ട്, ഈ വട്ടപാത്രത്തിന്റെ കറക്റ്റ് നടുക്കായിട്ട് ഈ അടപ്പ് ജസ്റ്റ് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെക്കണം. ഇതേപോലെ കറക്റ്റായിട്ട് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് വെക്കണം. ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ഇതേപോലെ ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള വട്ടപാത്രത്തിന്റെ ബാക്കിലായിട്ട് ഈ അടപ്പ് ഇതേപോലെ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഈ കേക്ക് മേക്ക് ചെയ്യുന്ന സമയത്ത് സ്ട്രോൾ ചെയ്യാൻ കണക്കിന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഈ വട്ടപാത്രത്തിന്റെ അടപ്പ്, നമ്മൾ ഈ വലിയ പാത്രത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഈ അടപ്പ് ഈ വട്ടപാത്രത്തിന്റെ ബാക്കിലായിട്ട് വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഉദാഹരണത്തിന് ഇത് കേക്കാണെന്ന് വെക്കുക. ഇതേപോലെ കേക്ക് ഇതിന്റെ മുകളിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്ട്രോൾ ചെയ്ത് കേക്കിന്റെ ഡിസൈൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ വട്ടപാത്രത്തിന്റെ അടപ്പ് മാത്രം മുകളിലിരുന്ന് ഈ വട്ടപാത്രത്തിന്റെ അവിടെ ഇരുന്ന് കറങ്ങുകയും ചെയ്യും. ഈ ചെറിയൊരു ടിപ്പ് വീട്ടിൽ സ്വന്തമായിട്ട് കേക്കൊക്കെ മേക്ക് ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്ട്രോൾ ചെയ്ത് കേക്കിന്റെ ഡിസൈനൊക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ചെറിയൊരു ടിപ്പ്, ഇതേപോലെ സ്ട്രോൾ ചെയ്ത് കേക്കിന്റെ ഡിസൈനൊക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള കുഞ്ഞു ടിപ്പുകളുമായി വീണ്ടും കാണാം. ബൈ.